വെൽക്കം ടു വോയിസ് ഓഫ് കെ കെ. സൂര്യയുടെ പടം കണ്ട് എത്തിയുള്ളൂ കേട്ടോ. ഫിലിമിനെ കുറിച്ച് പറയുന്ന മുമ്പ് സൂര്യയെക്കുറിച്ച് പറയണം. എൻ്റെ കുട്ടിക്കാലങ്ങളിൽ വളരെയധികം നല്ല ഫിലിമുകൾ തന്ന ഒരാളാണ് സൂര്യ. പക്ഷേ എന്തോ കുറച്ച് നാളായിട്ട് അങ്ങനെ ക്ലച്ച് പിടിക്കുന്നില്ല. സൂര്യയുടെ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന പടമൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല ഫിലിമുകളുടെ സെലക്ഷൻ ഇല്ലായ്മയാണോ, നല്ല സംവിധായക ഇല്ലായ്മയാണോ, അല്ലെങ്കിൽ സൂര്യ ഇത്തരം ഫിലിമുകൾ മാത്രം പരതി അഭിനയിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേ ബി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമായിരിക്കാം. അപ്പോൾ ഫിലിമിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇദ്ദേഹം ഒരു വലിയ കോടീശ്വരനാണ്. അപ്പോൾ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിലും വലിയ ചെറിയൊരു ഫിലിം എന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹം കുറേ ആൾക്ക് നന്മ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാൾ എന്താ പറയുക അൾട്രാ റിച്ചാന്ന് കാണിക്കാൻ കുറേ ഫാക്ടേഴ്സൊക്കെ ഫിലിമിൽ ഉൾപ്പെടുത്തുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ഫിലിമിലെ ഒരു ത്രില്ലിംഗ് മൂവ്മെൻറ്റായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ ഈ ഫിലിമിൽ ആകെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ മമിത ബൈജു എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഫിലിമിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബുണ്ട്. നമുക്ക് തിയേറ്ററിൽ ഇത്ര നേരം കാണുന്ന ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രസമുണ്ടല്ലോ. തിയേറ്ററിൽ നമുക്കൊരു ജസ്റ്റ് അങ്ങനെ കണ്ടിരിക്കും. ഒരു എന്താ പറയുക, നമുക്ക് ഇത്തിരി സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് തിയേറ്ററിലിരുന്ന് ഒരു ഒരു ജസ്റ്റ് ഒരു ഫിലിം വാച്ച് ചെയ്യുന്ന രീതിയിൽ കണ്ടിങ്ങി ഇറങ്ങി വരാം. അല്ലാണ്ട് നമ്മളെ മനസ്സിൽ കുടുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കാണാം. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പോർട്സ് റിലേറ്റഡ് കാര്യം ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ ബിസിനസ് ട്രിപ്പുകൾ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നു ഒക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണിച്ചത്. യാത്രയൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അൾട്രാ റിച്ച്നെസ് കാണിക്കാനുള്ള സംവിധായകൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ അങ്ങനെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫിലിമിൽ. പിന്നെയുള്ള കാര്യം എന്താ പറയുക, ജസ്റ്റ് ഫിലിം തിയേറ്ററിൽ പോയി ജസ്റ്റ് കണ്ടിരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ഹുക്ക് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് തിയേറ്ററിൽ പോവുക, കാണുക, തിരിച്ചു വരിക. നമ്മൾ സൂര്യയുടെ ഫിലിമുകൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയൊന്നും എനിക്കതൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാം. ഓരോരുത്തരും ഫിലിമുകൾ കാണുന്ന അതിൻ്റെ വ്യത്യസ്ത രീതിയിലായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാം. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, ഇതിലങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. ഓക്കെ, ബൈ.